ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ OBD കുറിച്ച് വീഡിയോ വേണോ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കണ്ടായി. അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താണ് OBD എന്നുള്ളത്. എന്താണ് OBD എന്നുള്ളത് ലളിതമായിട്ട് പറയാൻ ശ്രമിക്കാം. ഈ OBD എന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത് ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ECU നിയന്ത്രിച്ചിട്ടാണ് വാഹനത്തിൻ്റെ സെൻസറുകളൊക്കെ പ്രവർത്തിക്കുന്നത് അറിയാലോ. ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഓക്സിജൻ സെൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ABS സെൻസറുകളാണെങ്കിലും ഇതെല്ലാം റിയൽ ടൈം ആയിട്ട് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വല്ല എറർ കോഡുകൾ ഉണ്ടെങ്കിലോ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ അതിൻ്റെ വാർണിംഗ് ലൈറ്റുകളൊക്കെ ആയിട്ട് അത് നമുക്ക് കാണിച്ചു തരും. ഇതിനെല്ലാം കൂടി പറയുന്ന ഒരു പേരാണ് OBD എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. അപ്പോൾ ഇതിനെന്താണ് ഇവിടെ പ്രസക്തി എന്നാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട്. ഇതൊരു OBD റീഡറാണ് ELMൻ്റെ. ഇത് വണ്ടി വാങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് വാങ്ങാനുള്ള കാരണം അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഥയാണ്. കാരണം വണ്ടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് രാത്രി വന്ന് പിറ്റേന്ന് രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ അല്ലെങ്കിൽ ചാവി ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഉണ്ട് ഇതിനകത്ത്. അത് കണ്ടപ്പോൾ പേടിച്ചു അറിയാലോ. പുതിയ വണ്ടി വാങ്ങി കൊടുന്ന വഴിക്ക് ചെക്ക് എഞ്ചിൻ ലൈറ്റ് കാണുമ്പോഴൊരു അവസ്ഥ അറിയാലോ. ഉടൻ തന്നെ ഞാൻ ഷോറൂമിലേക്ക് വിളിച്ചു. അവിടെ നിന്ന് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് വണ്ടി കൊണ്ടുവരാതൊന്നും പറയാൻ പറ്റില്ല. ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിഞ്ഞ സ്ഥിതിക്ക് വണ്ടി ഓടിക്കാനും പാടില്ല, വല്ല കംപ്ലൈൻറ്റ് വന്നാൽ വാറണ്ടി ഒന്നും തരില്ല, ഓടിച്ചു വന്നിട്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പേടിച്ചു. പിന്നെ അവരുടെ ഒരു ഓൺ റോഡ് സർവീസിനെ വിളിക്കുകയും അത് വന്ന് നോക്കിയപ്പോൾ അത് കാറ്റലിക് കൺവേർട്ടറിൽ പുക അടഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആക്സിലേറ്റർ ഒന്ന് റേസ് ചെയ്ത് പുക കരിയൊക്കെ കളഞ്ഞ് അത് റിമൂവ് ഒക്കെ ഉണ്ടായത്. അത് പോട്ടെ. ഈ ഒരു OBD ഡിവൈസ് വാഹനത്തിനകത്ത് വേണ്ടുന്നൊരു സംഗതിയാണ്. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് കാണാണ്. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ ഉപയോഗിക്കാം. ഒരിക്കലും റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം റിമൂവ് ചെയ്യാൻ ഇതിനകത്ത് പറ്റും. പക്ഷേ റിമൂവ് ചെയ്യുന്നത് വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്തതിന് ശേഷം ആവുന്നതാണ് വണ്ടിക്കും നമുക്ക് നല്ലത്. അപ്പോൾ റിമൂവ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ ഒരു ഫൺ എലമെൻ്റ് ഉണ്ട് ഇതിനകത്ത്. മൊബൈലായിട്ട് ഇപ്പോൾ ടോർക്ക് പ്രോ ആപ്പ് തന്നെ വാങ്ങണം. അത് ചെയ്യുമ്പോൾ 0 to 100 ടൈമിങ്, 100 to 0 ടൈമിങ്, 0 to 60 മൈൽ, അങ്ങനെയെല്ലാം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ ഫണ്ണായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് 10 സെക്കൻഡ് താഴെയാണ് ഫോർഡ് പറയുന്നത്. ഞാനത് പലപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് 10 സെക്കൻഡ് 15 സെക്കൻഡൊക്കെ ആയിട്ടുള്ളൂ. കാരണം ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമോ അല്ലെങ്കിൽ എന്താ പറയുക ആക്സിലേഷൻ്റെ ഒരു റെഡ് ലൈൻ ചെയ്യുന്ന സമയം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊരിക്കലും കിട്ടിയിട്ടില്ല. അതുപോട്ടെ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ELM എങ്ങനെ കുത്തുന്നതെന്നും ഇതിന് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് കിട്ടുമെന്നുള്ളതൊക്കെ കാണിക്കാം. പിന്നെ സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോയിൽ വണ്ടി കണ്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്താണ് ഷോറൂമിൽ സർവീസ് അല്ലായിരുന്നു, അത് ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റോണിക് AC-യുടെ കൈനമാറ്റിക് ഗിയറിന് സൗണ്ട് വന്നിട്ട് നേരാക്കാനായിട്ട് കൊടുത്താണ്. അത് ശരിയാക്കി കിട്ടി. ആ സമയത്താണ് പുള്ളി വീഡിയോ എടുത്ത് നമ്മളതിനകത്ത് വന്ന് പെട്ടതും. അപ്പോൾ അത്രേ പറയുള്ളൂ. ഇതൊക്കെയാണ് ഈ ഒരു OBD റീഡറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് കുത്തുന്ന എങ്ങനെയാണെന്നുള്ളതിന് മൊബൈലിൽ എന്താണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്നുള്ളത് കാണിക്കാം. പറ്റുമെങ്കിൽ 0 to 100 ഡാറ്റയും കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ഒരു OBD പോർട്ട് എന്ന് പറയുന്നത്. ഞാനത് പ്രസ് ചെയ്യാണ്. ഇതിനകത്തേക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി മൊബൈലിൽ കിട്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ പറയാം. മൊബൈലിൽ എന്തൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ഈ ആപ്പ് വെച്ച് റീഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഫോൾട്ട് കോഡ് വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വാഹനത്തിനകത്ത് ഫോൾട്ട് കോഡൊന്നും ഇല്ല. ഇനി ഇപ്പോൾ റേവ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് RPM ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് RPM കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മീറ്റർ കാണുന്ന പോലെ അല്ലാതെ നമുക്ക് ഒരു കൗണ്ട് അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ 772 784 അങ്ങനെ കാണാൻ പറ്റും. ഇനി മാപ്പിയും ഉണ്ട്. നമ്മൾ എവിടെയാണുള്ളതെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ട്രിപ്പൊക്കെ പോയി എന്നുള്ളതോ ആ അതിനകത്ത് കാണാം. കണ്ടില്ലേ? അതുപോലെ ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. വണ്ടി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുള്ളൊരു സംഭവമുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും. ഞാനത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഡിജിറ്റൽ ഇൻഫർമേഷൻസ് കാണിച്ചു തരാം. കണക്റ്റഡ് ടു ECU ഒക്കെ നിങ്ങൾക്ക് മുകളിൽ കാണാം കേട്ടോ. കണ്ടില്ലേ? ഞാൻ ഡിസ്പ്ലേ വിഡ്ജറ്റുകളായിട്ട് ഇട്ടേക്കണതാണ്. ആദ്യം തന്നെ RPM മീറ്റർ വെച്ചേക്കണത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 0 to 100 100 to 0 മൈൽസ് 60 മൈൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇനി അതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാം. ഇപ്പോൾ 0 to 100 റെഡി. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ലാപ്പ് ടൈമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 0 to 100 ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി എടുത്ത് കഴിയുമ്പോൾ ആ റെഡി പറഞ്ഞിട്ട് ആ സെക്കൻഡോടെ കാണിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ പൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഡയഗ്നോസിസ് ചെയ്യുന്ന ആ ഒരു ഡാറ്റയാണ്. ഇത് 0 to 100 km വെച്ച് ഞാൻ ബെസ്റ്റ് എത്ര എന്നുള്ളതിൻ്റെ ഒരു വിഡ്ജറ്റ് വെച്ചേക്കുന്നതാണ്. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട വിഡ്ജറ്റാണത്. അതുപോലെ പല ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. ഇപ്പോൾ അത്യാവശ്യമായിട്ടും നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ വേണ്ടുന്ന ഒരു
ഡിവൈസ് എന്ന് നമുക്ക് ഈ ഒരു OBD റീഡറിനെ പറയാം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ എന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗുണമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇതിൻ്റെ ഫ്രീ ആപ്ലിക്കേഷൻ ലഭ്യമാട്ടോ. ഫ്രീ ആപ്ലിക്കേഷൻ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം. കാരണം ഫ്രീ ആപ്ലിക്കേഷനിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് 200 രൂപ 250 രൂപ എങ്ങാണ്ട് അതിൻ്റെ വില, അത് കൊടുത്താലും നഷ്ടമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ടോർക്ക് പ്രോ ആപ്പും ഈ ഒരു OBD റീഡറും വാഹനങ്ങൾ വേണ്ടുന്ന ഒന്നാണ്. ഇതിനെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനത് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ മെയിനായിട്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ പിറ്റേ ദിവസം തന്നെ എറർ കണ്ടപ്പോൾ ഷോക്ക് ആവുകയും അതുകൊണ്ട് ഇത് വേണമെന്ന് ഉറപ്പിക്കുകയോ ചെയ്തിട്ട് ഞാൻ പുതിയതായിട്ടാണ് മേടിക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതുന്നു. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അവർക്ക് നന്ദി, നമസ്കാരം.